ബിജാപൂർ ഗ്രാമം ഭംഗിയുള്ള കാടിന് നടുക്ക് സ്ഥിതി ചെയ്തിരുന്നു. പാടത്ത് കൃഷിക്കാർ പണി ചെയ്യുകയായിരുന്നു. ബലിയ തന്റെ പാടത്ത് സങ്കടത്തോടെ ക്ഷീണിതനായി മുതലാളിയുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുകയായിരുന്നു. തലവരെ, ദയവേത് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. ഒരുപക്ഷെ നിങ്ങൾ എന്റെ സ്ഥലത്തിനെ മേടിച്ചാൽ പിന്നെ എന്റെ കുട്ടിയും ഭാര്യയും വിശപ്പോടെ ചാവും. ആവശ്യമില്ലാത്ത പറ നിർത്തു ബലിയ. നീ ഇപ്പൊ വരെ നിന്റെ പലിശ നീ അടച്ചില്ല. എപ്പോ വന്ന് പൈസ ചോദിച്ചാലും നീ എന്തെങ്കിലും ആവശ്യമില്ലാത്താണോ പറയുന്നത്. പെട്ടെന്ന് നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ല എന്ന് പറയുന്നു, പിന്നെ മറ്റൊരാൾക്ക് സുഖമില്ല എന്ന് പറയുന്നു. ഇനി നീ ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കില്ല. മുതലാളി പറഞ്ഞത് കേട്ടിട്ട് ബലിയയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പെട്ടെന്ന് അതുവഴി പോയിക്കൊണ്ടിരുന്ന രാധ ഇതൊക്കെ കേട്ടു. അവൾ ബലിയ കൊച്ചച്ഛന്റെ അവസ്ഥ കണ്ട് എല്ലാം മനസ്സിലാക്കി. പിന്നെ ദേഷ്യത്തോടെ മുതലാളിയുടെ അടുത്തേക്ക് ചെന്നു. മുതലാളി, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിർത്തോ. എപ്പോൾ നോക്കിയാലും പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ശീലമായിരിക്കുന്നു. പക്ഷെ ഓർമ്മ വെച്ചോളൂ, ഇനിയും ഒരുപാട് ദിവസമൊന്നുമില്ല. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു തന്നെയാകണം. ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ തലയുന്നത് നിർത്തരാത. അതുമാത്രമല്ലാതെ നീയും നിന്റെ ചേട്ടൻ മോഹനും കൂടി ചെയ്യുന്നത് എന്നെ ഒരുപാട് വിഷമിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എപ്പം നോക്കിയാലും ജനങ്ങളെ എനിക്ക് എതിരായിട്ടാണ് തിരിച്ചു വരുന്നത്. രാധ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും പുറപ്പെട്ടു. കൃഷിനെ കളിയാക്ക്, അല്ലെങ്കിൽ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. വലിയ തല കുനിച്ച് വളരെ വിഷമത്തോടെ അവിടെ നിന്നും പോയി. മുതലാളി തന്റെ ആഡംബരമായ വീട്ടിലിരുന്നു. ബൽറാം, അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത്, അദ്ദേഹത്തിനടുത്ത് നിൽക്കുകയായിരുന്നു. മുതലാളി ആഴ്ന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. തലവരെ, നിങ്ങള് രാധേനിയും മോഹനെയും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ ചേട്ടനും അനീത്തിനും കൂടി ഗ്രാമത്തിന്റെ ജനങ്ങൾ നിങ്ങൾക്ക് എതിരായിട്ടാണ് തിരിച്ചു വിടുന്നത്. ഇതിങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഒരു ദിവസം ഗ്രാമജനങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എതിരായിട്ട് മാറും. മുതലാളി ബൽറാം പറഞ്ഞത് കേട്ടിട്ട് ചിരിച്ചു. തീർച്ചയായിട്ടും അങ്ങനൊന്നും സംഭവിക്കില്ല ബൽറാമേ. കുറെ കൊല്ലത്തിനു മുമ്പ് ഈ രാധന്റെ അച്ഛനും എനിക്കെതിരായിട്ട് ശബ്ദം ഉയർത്തുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അതേ മുതലാളി, അദ്ദേഹം പാഴണഞ്ഞ ബംഗ്ലാവിന്റെ ഉള്ളിൽ തന്തൂരിന്റെ അകത്ത് പോയതാണ്. അതിനുശേഷം മടങ്ങിയെത്തിയിട്ടില്ല. ഞാൻ അതേപോലെ രാധേനിയും മോഹനിയും അതിന്റെ അകത്ത് ചെല്ലണ പോലെ ഞാൻ ഏർപ്പാടാക്കാൻ പോവാണ്. മറുവശത്ത് രാധ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് ചെന്നു. മോഹൻ, ഇന്ന് ഞാൻ പാടത്തുകൂടി വരികയായിരുന്നു. മുതലാളി ബലിയ കൊച്ചച്ഛനെ നടത്തിയ രീതി എനിക്ക് താങ്ങാനായില്ല. ഞാൻ മുതലാളിയെ വഴക്കു പറഞ്ഞിട്ട് വന്നു. നീ ശരിയാണ് ചെയ്തിരിക്കുന്നത് രാധ. ഗ്രാമത്തിന്റെ ജനങ്ങളുടെ ധൈര്യത്തിന് നമ്മൾ വേണം അഭിനന്ദിക്കാൻ. ഈ തലവരെ പോലെ ആൾക്കാരനെ നമ്മൾ വേണം ശിക്ഷിക്കാൻ. അതാണ് ശരി. മോഹനും രാധയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിമല അപ്പോൾ ദേഷ്യത്തോടെ അവിടേക്ക് വന്നു. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് കേൾക്കാറില്ല. ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറയണം ഗ്രാമത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ തലയിടരുതെന്ന്? ആ മുതലാളി എന്ത് ചെയ്യുന്നോ അദ്ദേഹം അത് ചെയ്യട്ടെ. അക്കാര്യത്തിലൊക്കെ നിങ്ങൾ എന്തിനാണ് തലയിടുന്നത്? അമ്മേ, ഞങ്ങളുടെ മുമ്പിൽ നടക്കുന്ന അന്യായത്തിനെ കണ്ട് ഞങ്ങളെങ്ങനെ ക്ഷമയോടെ ഇരിക്കും? തലവര് പാവപ്പെട്ടവന്റെ സ്ഥലത്തിലാണ് പിടിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഞങ്ങളെ മിണ്ടാതിരിക്കാനാണോ പറയുന്നത്? ഇതിനു വേണ്ടിയാണോ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്? നമ്മൾ ഒരു അടിമകളെ പോലെ ജീവിക്കണോ? വിമല ദീർഘശ്വാസം വലിച്ചിട്ട് തന്റെ കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കി. അവൾ വളരെ വിഷമത്തോടെ എന്തു പറഞ്ഞെന്നാൽ, നിങ്ങളോട് ഞാൻ ആ സത്യം പറഞ്ഞേ തീരൂ. അത് ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കും അറിയാം. പക്ഷേ പേടി കാരണം അവർ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങളുടെ അച്ഛനും മുതലാളിക്ക് എതിരായിരുന്നു. അദ്ദേഹവും പാവപ്പെട്ടവർക്ക് വേണ്ടി വഴക്കുണ്ടാക്കുമായിരുന്നു. പക്ഷേ എന്താമേ, നിങ്ങൾ എന്താണ് ഞങ്ങളിതൊന്നും പറയാത്തത്? പല വർഷങ്ങൾക്ക് മുൻപ് തലവനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ബൽറാമും രാത്രി നമ്മുടെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം നിങ്ങളുടെ അച്ഛനെ ഇവിടെ നിന്നും വലിച്ചു കൊണ്ടുപോയി ജമീന്ദാറിന്റെ കൊട്ടാരത്തിൽ മറച്ചു വെച്ചു. അതിനുശേഷം നിങ്ങളുടെ അച്ഛൻ തിരികെ വന്നിട്ടേയില്ല. ഇത് കേട്ടിട്ട് രാധയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ജമീന്ദാറിന്റെ കൊട്ടാരമോ? ഞാൻ അറിഞ്ഞത് അവിടെ പോകുന്ന ആരും തന്നെ തിരികെ വരില്ല എന്നാണല്ലോ. ആ സ്ഥലത്തിന്റെ രഹസ്യം എന്താണമ്മേ? ഇത് വളരെ പഴയ കാര്യമാണ്. ഈ ഗ്രാമത്തിനെ എപ്പോഴോ ഒരു ജമീന്ദാർ ഭരിച്ചിരുന്നത്രേ. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ പണിയാളായിരുന്നു. ഒരു ദിവസം ഒരു വലിയ ബ്രിട്ടീഷ് ഭരണാധികാരി ദേഷ്യത്തോടെ ജമീന്ദാറിനോട് ആജ്ഞാപിച്ചു, മുഴുവൻ ഗ്രാമത്തെയും തീ കത്തിച്ച് നശിപ്പിച്ചേക്കാൻ. ജമീന്ദാർ തന്റെ കൊട്ടാരത്തിൽ ഒരു വലിയ തന്തൂർ ചെയ്തു. എന്നിട്ട് ഗ്രാമത്തിലെ ജനങ്ങളെ അതിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ ആ സമയത്ത് ഒരു സാധു മഹാരാജാവ് അവിടേക്ക് ചെന്നു. അദ്ദേഹം ജമീന്ദാറിനെ ശപിച്ചത്രേ.
പിന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരം നശിപ്പിച്ചു കളഞ്ഞു. അടുത്ത ദിവസം ജമീന്ദാർ കാണാതെയായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൊട്ടാരം നശിച്ചുപോയി. മോഹനും രാധയും ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെയാണ് ആ തന്തൂർ ഇപ്പോഴും അവിടെ തന്നെയാണോ ഉള്ളത്? ചില ആളുകൾ എന്തു പറയുന്നെന്നാൽ ആ തന്തൂർ ഇപ്പോഴും അവിടെയാണുള്ളതത്രേ. പിന്നെ എപ്പോഴെങ്കിലും അതിൽ നിന്നും വർണ്ണ നിറത്തിലുള്ള പ്രകാശം പുറത്തു വരുമത്രേ. രാധയും മോഹനും ആഴ്ന്നു ചിന്തിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാധയും മോഹനും മുതലാളിയുടെ വീട്ടിലേക്ക് ചെന്നു. തലവരെ, ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. നീയും നിന്റെ കൂട്ടുകാരനും ചേർന്ന് എന്റെ അച്ഛനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പം നിനക്ക് സത്യം മനസ്സിലായോ? സത്യം മനസ്സിലാക്കിയതിനു ശേഷം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ എതിർത്ത് സംസാരിക്കണത് ആദ്യം നിർത്ത്, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ എന്തു സംഭവിച്ചോ അതന്നെ നിനക്ക് സംഭവിക്കും. ഞങ്ങളോട് മര്യാദയ്ക്ക് പറയൂ, ഞങ്ങളുടെ അച്ഛനെ എവിടെയാ മറച്ചു വെച്ചിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുന്നാണോ? പോലീസുകാർക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതുവരെ ഗ്രാമത്തിൽ ആരാണോ എന്റെ സംസാരം കേൾക്കാത്തത് അവനെല്ലാവരും കോട്ടയിന്റെ ഇരിക്കുന്ന തന്തൂറിൽ ഞാൻ ഇട്ടുകളയും. അവിടെ ആര് ചെന്നാലും അവന്റെ അടയാളം മുഴുവനായിട്ട് മാഞ്ഞു കളയും. ഇനിയും നിന്റെ ഭരണം ഇവിടെ നടക്കില്ല. നിന്റെ തെറ്റുകളൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛനുള്ള സത്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ചെല്ലൂ. ജമീന്ദാർ കോട്ടയിലിരിക്കുന്ന ആ തന്തുവിന്റെ അടുത്ത് പോകൂ. അവിടെ ചെന്ന് നോക്കൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അവിടെ നിങ്ങൾ ചെന്നാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മടങ്ങിയെത്തില്ല. രാധയും മോഹനും ദേഷ്യത്തോടെ അവിടെ നിന്നും തിരികെ വന്നു. രാധയും മോഹനും പൗർണമി ദിവസം ആ പഴയ കൊട്ടാരത്തിലേക്ക് ചെന്നു. ആ കൊട്ടാരം മുഴുവൻ ഇരുട്ട് നിറഞ്ഞിരുന്നു. പിന്നെ ആരുമില്ലായിരുന്നു. പെട്ടെന്ന് ഒരു സ്വാമിജി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ രാത്രി നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ സ്ഥലം പ്രശ്നമാണ്. ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനെ തേടി വന്നതാണ്. ഞങ്ങൾക്ക് എന്തു തോന്നുന്നെന്നാൽ ആ തന്തൂറിനകത്ത് ചെന്നാൽ ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ അച്ഛനുള്ള സത്യം തീർച്ചയായിട്ടും അറിയും. പക്ഷെ ഓർമ്മയിലിരിക്കട്ടെ, പക്ഷെ തന്തൂരിന്റെ അടുത്ത് പോണോണ്ട് കുറച്ച് രഹസ്യമായ കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. പേടിക്കണ്ട, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾ തന്തൂരിന്റെ അടുത്ത് പോകൂ. ബാക്കിയുള്ള കാര്യങ്ങള് എല്ലാം താനെ സംഭവിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് സ്വാമിജി അവിടെ നിന്നും മാഞ്ഞു. രാധയും മോഹനും മാറി മാറി നോക്കി. എന്നിട്ട് ആ കൊട്ടാരത്തിനകത്തേക്ക് ചെന്നു. ആ കൊട്ടാരത്തിന്റെ നടുവിൽ ഒരു വലിയ തന്തൂർ ഉണ്ടായിരുന്നു. അതിൽ നിന്നും വിചിത്രമായ വർണ്ണ നിറത്തിലുള്ള പ്രകാശം വന്നുകൊണ്ടിരുന്നു. രാധയും മോഹനും പതുക്കെ പതുക്കെ അതിനടുത്തേക്ക് ചെന്നു. രാധയും മോഹനും പേടി മാറ്റിവെച്ച് ആ തന്തൂറിനകത്തേക്ക് ചാടി. തന്തൂറിൽ ചാടിയതിനു ശേഷം രാധയും മോഹനും അവരൊരു വലിയ വീട്ടിൽ ചെന്നെത്തി. ആ വീട് ഒരു വലിയ കൊട്ടാരം പോലെ ആയിരുന്നു. അവിടെ അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോൾ എവിടെയാണ്? ഈ വീട് എന്ത് ഭംഗിയാണ്! അതിശയിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാ ഈ വീട് തന്തൂരിന്റെ അകത്താണ് ഉള്ളത്. പക്ഷെ ഇത് കാണാൻ ശരിക്കും ഒരു സ്വപ്നം പോലെ ഉണ്ടല്ലോ. ഈ വീടിന്റെ രഹസ്യം എന്താണ്? പിന്നെ നമ്മുടെ അച്ഛൻ ഇവിടെ കാണുമോ? അപ്പോഴാണ് ആ വീടിന്റെ മുറിയിൽ നിന്നും കുറച്ചാളുകൾ, ഒരു വയസ്സായ ആള് അവരുടെ അടുത്തേക്ക് വന്നത്. നിങ്ങൾ ആരാണ്? ഇവിടെ എങ്ങനെയാണ് എത്തിയത്? രാധ എല്ലാ കാര്യങ്ങളും ആ വയസ്സായ ആളോട് പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനെ തേടിയാണ് വന്നത്. അവർക്കിടയിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നു. അത് വേറെ ആരുമല്ല, മോഹന്റെയും രാധയുടെയും അച്ഛനാണ്. അച്ഛാ, ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ ഇത്ര കൊല്ലമായിട്ട് ഇവിടെയാണോ ഇരിക്കുന്നത്? ഇവിടെ നോക്കു മോനെ, ആ തലവരെയാണ് തന്തൂരിലിട്ടതിന് ശേഷം ഞാൻ ഇവിടെ എത്തി. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ സ്ഥലം ഒരു സാധാരണ സ്ഥലമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും പുറത്തു പോകാനാവില്ലേ? പറ്റില്ല, ഇവിടുന്ന് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. ഈ വീട്ടില് ഒരു ശാപമുണ്ട്. മോഹന്റെ അച്ഛൻ രാധയെയും മോഹനെയും ആ വീടിന് പുറത്തുള്ള ഒരു കുളത്തിനരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വീണ്ടും ചില ഗ്രാമത്തിലെ ജനങ്ങൾ വന്നെത്തി. മോഹന്റെ അച്ഛൻ മോഹനോടും രാധയോടും എന്തു പറഞ്ഞെന്നാൽ, എല്ലാവരും എന്താ പറയുന്ന വെച്ചാ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് എല്ലാവരുടെ മേലെ മനുഷ്യത്വം ഉണ്ടാവണം. ഒരുപക്ഷെ അങ്ങനത്തെ മനുഷ്യൻ ഇവിടെ കുടുങ്ങിയാൽ, ഒരുപക്ഷെ ആ മനുഷ്യന്റെ കുട്ടികള് അവൻ രക്ഷിക്കാൻ വേണ്ടി ഈ സ്ഥലത്ത് വന്നാൽ അവൻ കാരണമാണ് ഈ സ്ഥലത്ത് നിന്ന് പുറത്തു പോകാൻ പറ്റുക. അപ്പോഴാണ് പ്രകാശത്തോടു കൂടി ആ സ്വാമിജി അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തെയാണ് അവർ കൊട്ടാരത്തിന് പുറത്തു വെച്ച് കണ്ടത്. നിങ്ങളോ?
അതെ, ഞാനാണ്. ഇപ്പൊ നിങ്ങള് സത്യം അറിയേണ്ട സമയായിരിക്കാണ്. കുറെ കാലം മുമ്പ് ഈ ഗ്രാമം തന്തൂർപൂരിനാണ് ജനങ്ങൾ വിളിക്കണ്ടായിരുന്നത്. അന്ന് ജമീന്ദാറിന്റെ രാജ്യമായിരുന്നു. ആ ജമീന്ദാര് ജനങ്ങളെ കൊടുമ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പൊ ഞാൻ ഗ്രാമത്തെ ജനങ്ങളെ ഒന്നുകൂടി അവർക്കെതിരായിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവര് പേടിച്ചു കളഞ്ഞു. അപ്പോഴാണ് ബ്രിട്ടീഷ് ഓഫീസർ ഗ്രാമത്തെ ജനങ്ങൾക്ക് ശിക്ഷ തരണമെന്ന് പറഞ്ഞത്. ജമീന്ദാർ ഒരു കുരുക്ക് കണ്ടുപിടിച്ചു. പിന്നെ മാളികന്റെ അടുത്ത് ഒരു വലിയ തന്തൂർ ഉണ്ടാക്കി. അദ്ദേഹം ഓരോരുത്തരായി പിടിച്ചുകൊണ്ട് തന്തൂരിന്റെ അകത്ത് തള്ളിവിട്ടു. എല്ലാവരും കൊന്നു. അപ്പൊ ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. ഗ്രാമജനങ്ങളുടെ പേടി കൊണ്ടും ജമീന്ദാറിന്റെ കോപം കൊണ്ടും ഈ ഗ്രാമത്തിന് ഒരു ശാപം തന്നു. തന്തൂരിന്റെ അകത്ത് പോണ ജനങ്ങള് മരിക്കില്ല എന്നും പക്ഷെ എപ്പോഴും തിരിച്ചു വരില്ല എന്നും പറഞ്ഞു. ഞാൻ തന്ന ശാപം കൊണ്ട് ജമീന്ദാര് അപ്പൊ തന്നെ തീ കത്തി മരിച്ചു. പിന്നെ കൊട്ടാരം പാഴടഞ്ഞു പോയി. അപ്പോൾ നിങ്ങളാണോ ഈ ശാപം നൽകിയത്? അതെ, പക്ഷെ ഇപ്പൊ അതിനെ ശരിയാക്കാനുള്ള സമയം വന്നു. ഈ ശാപത്തിന് ശരിയാക്കാനായിട്ട് ഒരു ശരിക്കത്തെ മനുഷ്യൻ പുഴയുടെ ഉള്ളിൽ ചാടി അവന് ബലി കൊടുക്കണം. ഈ ബലിനെ ഞാൻ തന്നേക്കാം. വേണ്ട മോഹൻ, ഞാൻ ചെയ്യാം. ഇത് എന്റെ കടമയാണ്. മോഹൻ ആ കുളത്തിലേക്ക് ചാടി. ആ കുളത്തിൽ നിന്നും ഒരു വലിയ പ്രകാശം പുറത്തു വന്നു. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ശാപത്തിൽ നിന്നും മോചിക്കപ്പെട്ടു. അവർ ആ തന്തൂരിൽ നിന്നും പുറത്തു വന്നു. തലവനും ബൽറാമും അവിടെ നിന്നുകൊണ്ടിരുന്നു. ഇവന്മാർക്ക് ശിക്ഷ തരൂ.